ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും അനുദിനം ആഗ്രഹിക്കുന്നത് എന്താണ്? സമാധാനമുള്ളൊരു ജീവിതം, സന്തോഷമുള്ള ഒരു കുടുംബം, ദൈവത്തിൻ്റെ അനുഗ്രഹം, കൂടെയുള്ള ഒരു നല്ല ഭാവി. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അശാന്തിയും തകർച്ചകളുമാണ്. പ്രാർത്ഥിച്ചിട്ടും മറുപടി ലഭിക്കാത്ത അവസ്ഥകളും ആണ്. നമ്മൾ ചിന്തിക്കും, നമ്മൾ ആരെയും ദ്രോഹിക്കുന്നില്ലല്ലോ എന്ന്. എന്നിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള തകർച്ചകൾ വരുന്നത്? പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തെയും ഭൗതിക ജീവിതത്തെയും ഒരുപോലെ കാർന്നു തിന്നുന്ന, എന്നാൽ നമ്മൾ വളരെ നിസ്സാരമെന്ന് കരുതുന്ന രണ്ട് വലിയ തിന്മകളെക്കുറിച്ചാണ്. അത് മറ്റൊന്നുമല്ല, പരദൂഷണവും കുശുമ്പും. ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് തകർത്ത് കളയുന്നത് എന്ന് വളരെ ആഴത്തിൽ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഭവനത്തിൽ നിറയണം എന്ന് ആഗ്രഹിക്കുന്ന സകലരും താഴെ കമന്റ് ബോക്സിൽ വലിയൊരു വിശ്വാസത്തോടെ ഇപ്രകാരം ഒന്ന് എഴുതുക: എൻ്റെ ദൈവം എൻ്റെ ഭവനത്തെ സമാധാനത്തിൽ നിറയ്ക്കുന്നു. പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്, മോഷണം, കൊലപാതകം ഇതൊക്കെയാണ് വലിയ പാപങ്ങളെന്ന്. നാം ചെയ്യുന്ന പരദൂഷണം ഒരു ചെറിയ പാപമല്ലേ എന്ന് ചിന്തിച്ചു പോകാറുണ്ട്. ഈ ചിന്തയിലൂടെയാണ് നാം ഈ പാപത്തെ വീണ്ടും വീണ്ടും ചെയ്യുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ പരദൂഷണവും കുശുമ്പും അത്ര തന്നെ മാരകമായ പാപങ്ങളാണ്. കാരണം ഇവ രണ്ടും പുറമേ വലിയ ലക്ഷണങ്ങൾ കാണിക്കാതെ ഒരു ടിഷ്യൂ പോലെ മനുഷ്യന്റെ ആത്മാവിനെ ഉള്ളിൽ നിന്ന് നശിപ്പിച്ചു കളയുകയാണ്. ഒരു ചെറിയ ചിന്തയിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ നാവിൽ നിന്ന് വീഴുന്ന ഒരു ചെറിയ വാക്കിലൂടെയോ ആണ് ഇത് ആരംഭിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ ആകെ തുക എന്താണെന്ന് അറിയാമോ? ദൈവവുമായുള്ള ബന്ധം പൂർണ്ണമായും തകരും. പ്രാർത്ഥനകൾക്ക് തടസ്സം ഉണ്ടാകും. കുടുംബങ്ങളിൽ സമാധാനം നഷ്ടപ്പെടും. പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങളിൽ എന്താണ് നഷ്ടം വരുന്നത് എന്ന് നമ്മൾ മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു കുടുംബത്തിൻ്റെ അടിസ്ഥാനം പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയില്ലാത്ത ഒരു കുടുംബത്തിലേക്ക് നമ്മെ നയിക്കുന്ന രണ്ട് ശാപങ്ങൾ ആണ് ഇവയൊക്കെ. ബൈബിളിൽ സദൃശ്യവാക്യങ്ങളുടെ പുസ്തകത്തിലും പുതിയ നിയമത്തിലും ഇതിനെക്കുറിച്ച് വളരെ ശക്തമായി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ വീഡിയോ മുഴുവനായും ശ്രദ്ധയോടെ കേൾക്കുക. അതിലൂടെ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു പോകുന്ന ഈ തെറ്റുകൾ തിരിച്ചറിയാനും അതിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ പ്രാപിക്കാനും നിങ്ങൾക്ക് കഴിയും. അതിലൂടെ നിങ്ങളുടെ ഭവനത്തിൽ സമാധാനം കൊണ്ട് നിറയ്ക്കും. ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഭവനത്തിൽ നിഴലിടും. സമ്പത്തും സമൃദ്ധിയും സമാധാനവും സന്തോഷവും നിലനിൽക്കുന്ന ഒരു ഭവനമാക്കി ദൈവം മാറ്റും. നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിൽ സോഷ്യൽ മീഡിയകൾ നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കാനും അവരെക്കുറിച്ച് സംസാരിക്കാനും വളരെ എളുപ്പമാണ്. എന്നാൽ അത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എത്രമാത്രം ദോഷം ചെയ്യുമെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല. അതുകൊണ്ട് വലിയ പ്രാർത്ഥനയോടെ ഒരു ദൈവവചന പഠനം എന്ന വണ്ണം ദൈവത്തിൻ്റെ വാക്കുകളെ നമുക്ക് ശ്രദ്ധിക്കാം. സഹോദരങ്ങളെ, പരദൂഷണം നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഒരാളുടെ അഭാവത്തിൽ അവരെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ സംസാരിക്കുന്നതും അവരുടെ രഹസ്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. പലർക്കും ഇതൊരു വിനോദമാണ്. 4 പേർ കൂടുമ്പോൾ അവിടെ ഇല്ലാത്ത ഒരാളെക്കുറിച്ച് അവരോട് പരദൂഷണം പറയുന്നത് അല്ലെങ്കിൽ മോശമായി സംസാരിക്കുന്നത് പലർക്കും ഒരു ശീലമാണ്. എന്നാൽ ബൈബിൾ ഇതിനെ എത്ര ഗൗരവപരമായാണ് കാണുന്നത് എന്ന് നമുക്ക് നോക്കാം. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ ഈ വചനത്തിൽ നമ്മുടെ നാവിനെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ തന്നെ നാവും ഒരു ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു. ഒരു ചെറിയ തീപ്പൊരി പോലും എത്ര വലിയ കാട് കത്തിക്കാൻ അതിന് സാധിക്കും. അതുപോലെയാണ് നാവും ഒരു തീയാണ്. അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു. വചനം നാവിനെ ഉപമിച്ചിരിക്കുന്നത് ഒരു ചെറിയ തീയോടാണ്. ഒരു ചെറിയ തീപ്പൊരി മതി
വലിയ കാട് കത്തിച്ച് നാശമാക്കാൻ. അതുപോലെ നമ്മുടെ നാവിൽ നിന്ന് വീഴുന്ന ഒരു ഒറ്റ പരദൂഷണം മതി ഒരു വ്യക്തിയുടെ കുടുംബവും അവരുടെ അന്തസ്സും അവർ വർഷങ്ങൾ കൊണ്ട് നേടിയെടുത്ത എല്ലാം നഷ്ടമാകാൻ. നമ്മൾ തമാശയ്ക്കോ അല്ലെങ്കിൽ ഒരു നേരം പോക്കിനോ പറയുന്ന ഒരു വാക്ക് മതി അവരുടെ ജീവിതത്തെ നശിപ്പിക്കാൻ. ഒരു പരദൂഷണം മറ്റുള്ളവരുടെ ജീവിതത്തെ എത്രമാത്രം വേദനിപ്പിക്കുന്നു എന്ന് നാം ചിന്തിക്കാറില്ല. സദൃശവാക്യങ്ങൾ 16:28 വക്രതയുള്ള മനുഷ്യൻ വഴക്കുണ്ടാക്കുന്നു, ഏഷണിക്കാരൻ മിത്രങ്ങളെ ഭിന്നിപ്പിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, പരദൂഷണവും കുശുമ്പും പറയുന്നവരുടെ ഏറ്റവും വലിയ ശാപം എന്താണെന്ന് അറിയാമോ? അവർക്ക് ഒരിക്കലും വിശ്വസ്തരായ സുഹൃത്തുക്കൾ ഉണ്ടാവുകയില്ല. അവരുടെ ജീവിതത്തിൽ സമാധാനം നിലനിൽക്കുകയില്ല. അവരുടെ ജീവിതത്തിൽ സന്തോഷം നിലനിൽക്കുകയില്ല. അവർക്ക് സമാധാനപരമായി ഉറങ്ങാൻ കഴിയില്ല. അവർ പോകുന്നിടത്ത് എല്ലാം കലഹവും സമാധാനക്കേടും ഉണ്ടാകും. അയൽപക്കങ്ങളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഉണ്ടാകുന്ന ഇത്തരം പരദൂഷണങ്ങൾ പലരുടെയും ജീവിതം നശിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അത് താൽക്കാലികമാണ്. ഉടനെ തന്നെ പരദൂഷണം പറയുന്നവരുടെ ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ട് ദൈവം മറ്റുള്ളവരെ ഉയർത്തുവാൻ ശക്തനാണ്. ബൈബിൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നാം പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും ദൈവത്തിൻ്റെ ന്യായവിധിയുടെ നാളിൽ നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നാണ്. പരദൂഷണം കേൾക്കുന്നതും അത് പറയുന്നത് പോലെ തന്നെ പാപമാണ് എന്ന് ചിന്തിക്കുക. ആരെങ്കിലും വന്ന് നിങ്ങളോട് പരദൂഷണം പറയുകയാണെങ്കിൽ നിങ്ങളത് ചെവിക്കൊള്ളാതെ നിങ്ങൾ ആ സംസാരത്തിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക. കാരണം ബൈബിൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, പരദൂഷണം പറയുന്നത് പോലെ അത് കേട്ടിരിക്കുന്നതും പാപമാണ്. കേൾക്കാൻ ആളില്ലെങ്കിൽ പറയുന്നവന് അത് പറയാൻ സാധിക്കില്ല. നമ്മോട് ആരെങ്കിലും മറ്റുള്ളവരെക്കുറിച്ച് പരദൂഷണം പറയുമ്പോൾ അത് സ്നേഹത്തോടെ വിലക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ നാവുകളെ ശുദ്ധിയോടെ കാത്തു സൂക്ഷിച്ചാൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഫലം ലഭിക്കുകയുള്ളൂ. അതുപോലെ നമ്മുടെ കാതുകളെ ശുദ്ധിയോടെ വെച്ചിരുന്നാൽ മാത്രമേ ദൈവത്തിൻ്റെ ശബ്ദത്തെ നമുക്ക് കേൾക്കുവാൻ സാധിക്കുകയുള്ളൂ. പരദൂഷണം പറയുന്ന ഒരു നാവുമായി നമ്മൾ എത്ര ഉപവസിച്ചാലും നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും ദൈവം അത് കേൾക്കില്ല, കാണില്ല. ദൈവസന്നിധിയിൽ സ്വീകരിക്കുന്ന പ്രാർത്ഥന നാവുകൾ ശുദ്ധമുള്ളത് ആയിരിക്കണം. മറ്റുള്ളവർക്ക് വലിയ നന്മയുണ്ടാകുമ്പോൾ പലരും അതിനെ പല രീതിയിൽ അവരെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു. എന്തുകൊണ്ടാണത്? അത് ഉറപ്പായും അസൂയ അവർക്ക് ഉള്ളതുകൊണ്ടാണ്. പ്രിയ സഹോദരങ്ങളെ, എന്തിനാണ് നാം അസൂയപ്പെടേണ്ടത്? മറ്റുള്ളവരുടെ ജീവിതത്തെ കണ്ട്, അവരുടെ സമ്പത്തിനെ കണ്ട്, അവരുടെ സന്തോഷത്തെ കണ്ട് എന്തിന് നമ്മൾ അസൂയപ്പെടണം? നമ്മൾ ഭൂമിയിൽ നേടിയെടുക്കുന്ന ഓരോ സന്തോഷവും നമ്മുടെ മരണശേഷം നമുക്ക് അതൊന്നും നേടിയെടുക്കുവാൻ സാധിക്കുകയില്ല. നമ്മുടെ മരണശേഷം നമുക്ക് നേടിയെടുക്കുവാൻ കഴിയുന്ന ഒന്ന് മാത്രമേ ഈ ലോകത്തുള്ളൂ. അത് ദൈവത്തോടുള്ള വിശ്വാസവും ദൈവത്തോട് നാം അർപ്പിക്കുന്ന അർപ്പണബോധവും. അതുമാത്രമേ നമ്മുടെ മരണശേഷം നമുക്ക് പ്രയോജനകരമായി തീരുകയുള്ളൂ. സദൃശ്യവാക്യങ്ങൾ 14:30 പറയുന്നു, ശാന്ത മനസ്സ് ദേഹത്തിന് ജീവൻ, അസൂയയോ അസ്ഥികൾക്ക് ദ്രവത്വം. അസൂയ എന്നത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ മാത്രമല്ല ബാധിക്കുന്നത്, നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ അസ്ഥികളെ വരെ ഇല്ലാതെയാക്കും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് ഒന്ന് മാറി ചിന്തിക്കാം. നാം ചെയ്യേണ്ടത് അസൂയപ്പെടാതെ, പരദൂഷണം പറയാതെ, നാം ഓരോരുത്തരും നന്ദിയുള്ള ഒരു ഹൃദയം ആക്കി മാറ്റിയെടുക്കുക. അവർക്ക് ലഭിച്ചതുപോലെയുള്ള നന്മകൾ നമ്മുടെ തക്ക സമയത്ത് ദൈവം നമുക്ക് നൽകുമെന്നുള്ള വിശ്വാസത്തെ വളർത്തിയെടുക്കുക. മറ്റുള്ളവരെക്കുറിച്ച് മോശം പറയുന്നതും കുറ്റം പറയുന്നതും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കളുടെ ഭാവി തലമുറകളിൽ അതൊന്നും നല്ലതിനല്ല എന്നുള്ള വലിയ സത്യത്തെ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഇന്ന് ഈ വചനത്തിലൂടെ നാം ഓരോരുത്തരും നല്ല മക്കളായിരുന്നു കൊണ്ട്, ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ വിശുദ്ധിയുള്ളവർ ആയിരുന്നു കൊണ്ട്, പ്രാർത്ഥനയും വിശ്വാസവും വചനവും മുറുകെ പിടിച്ചുകൊണ്ട്, ദൈവ സ്നേഹത്തിൽ, ദൈവത്തിൻ്റെ സമാധാനത്തിൽ മറ്റുള്ളവരോട് പെരുമാറാൻ പഠിച്ചുകൊണ്ട്, ഈ കേട്ട വചനത്താൽ നമ്മെ ഓരോരുത്തരെയും ദൈവം അവിടുന്ന് അനുഗ്രഹിച്ച് കാത്ത് പരിപാലിച്ച് വഴി നടത്തുമാറാകട്ടെ. ആമേൻ.